Hi friends, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെയാണ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ പിന്നെ ഡേറ്റിൻ്റെ വാലിഡേഷൻ അതെല്ലാം എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അതിലൊരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡേറ്റ് വാലിഡേഷൻ എല്ലാം അതിൽ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെഗുലറായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റ വാലിഡേഷൻ, അതായത് ഡാറ്റ വാലിഡേഷൻ ഓപ്ഷൻ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏതെല്ലാം രീതിയിൽ ആ ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ ഒരു അതായത് നമ്മുടെ ഷീറ്റ് അത് പെർഫെക്റ്റ് ഒരു സെക്യൂർഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ, അതായത് ഒരു ക്രിയേറ്റർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അതിലേക്ക് യൂസേഴ്സിൻ്റെ ഇൻപുട്ട് എങ്ങനെ വരും എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഡാറ്റ വാലിഡേഷൻ. ആ ഡാറ്റ വാലിഡേഷൻ എങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും, ഏതെല്ലാം ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അതായത് ഒരു 7 ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആണ്, 7 ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയസ് ആണ് നമ്മുടെ ഡാറ്റ വാലിഡേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഫ്രം റേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. രണ്ടാമത് വരുന്നത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഈ ലിസ്റ്റ് ഫ്രം റേഞ്ചും ലിസ്റ്റ് ഓഫ് ഐറ്റംസും പ്യുവറായിട്ട് അതൊരു ഡ്രോപ്പ് ഡൗൺ ആണ് വരുന്നത്. അതായത് നമ്മുടെ സെല്ലിനെ അല്ലെങ്കിൽ നമ്മുടെ കോളംസ് ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ടുള്ള ഡാറ്റ അവൈലബിലിറ്റി ആണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത വരുന്നത് നമ്പറാണ്. ഓക്കെ, അതായത് ആ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ ടെക്സ്റ്റ് നമ്മൾ എൻട്രി ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യാതെ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള നമ്പേഴ്സ്, ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ്, ഗ്രേറ്റർ ദാൻ നമ്പേഴ്സ്, അങ്ങനെ നമുക്ക് ആ ഒരു കണ്ടീഷൻ അതിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു സെല്ലിനെ നമുക്ക് വാലിഡേഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്ത് വരുന്നത് ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഓരോ വേർഡ്സ്, ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെല്ലിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊരു ഓപ്ഷനാണ് നമ്മൾ ഈ ടെക്സ്റ്റ് കൊണ്ടിട്ട് ചെയ്യുന്നത്. അതിലും നമുക്ക് കണ്ടെയ്ൻസ് ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, അങ്ങനെ നോട്ട് ഈക്വൽ ടു, അങ്ങനെ കുറേ അങ്ങനത്തെ ഓപ്ഷൻസും അതിലുണ്ട്. അടുത്തത് വരുന്നത് ഡേറ്റ്. അതായത് നമ്മളൊരു ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റ് നമ്മളൊരു 10 യൂസേഴ്സിന് ഷെയർ ചെയ്തിട്ട് അതിൽ നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ട് എങ്കിൽ ഈ 10 യൂസേഴ്സും എൻട്രി ചെയ്യുന്ന ഡേറ്റ് ഫോർമാറ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഫോർമാറ്റുകളായിരിക്കും അവർ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡാറ്റ ആ 10 യൂസേഴ്സിൻ്റെ അടുത്ത് നിന്നും കൺസോൾഡേറ്റ് ചെയ്തിട്ടൊരു ഡാറ്റ ആക്കുന്ന സമയത്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാനും നമുക്ക് സോർട്ട് ചെയ്യാനും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഡാറ്റ വാലിഡേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഡാറ്റ വാലിഡേഷൻ നമ്മൾ ഈ ഡേറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ 10 യൂസേഴ്സിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഷീറ്റിലും ഈ ഡാറ്റ വാലിഡേഷൻ വർക്ക് ചെയ്തിട്ട് അതിൽ ഒരേ ഫോർമാറ്റിലുള്ള ഡേറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അടുത്തത് വരുന്നത് കസ്റ്റം ഫോർമുല എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. ഈ കസ്റ്റം ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ സെല്ലോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോളത്തിലോ ഒരു വിധത്തിലുള്ള നമ്പേഴ്സും ഒരു വിധത്തിലുള്ള ടെക്സ്റ്റും അക്സെപ്റ്റ് ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫോർമുല മാത്രം ഇൻസേർട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫോർമുല മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ കസ്റ്റം ഫോർമുല. അടുത്തത് വരുന്നത് ചെക്ക് ബോക്സ് ആണ്. അതായത് നമ്മൾ സാധാരണ നോർമലി നമ്മുടെ ആപ്ലിക്കേഷൻസിലൊക്കെ കാണുന്ന ഒരു ചെക്ക് ബോക്സ്, അത് നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, നമ്മുടെ ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഫ്രം റേഞ്ച് ആണ്. ഓക്കെ, അതെങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ലിസ്റ്റ് ഫ്രം റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റേഞ്ചിൽ നിന്നും നമുക്ക് അതിൽ ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനിതിൽ ജസ്റ്റ് ആപ്പിൾ
കാർ, രണ്ട് ഇത് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിൽ ഡ്രോപ്പ് ഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഡാറ്റയിൽ പോകുന്നുണ്ട്, ഡാറ്റ വാലിഡേഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡാറ്റ വാലിഡേഷൻ വന്നു, ലിസ്റ്റ് ഫ്രം എ റേഞ്ച് ഞാൻ എടുത്തു. അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഞാൻ ആ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആ റേഞ്ച് നമ്മൾ നേരത്തെ ഡാറ്റ എൻ്റർ ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡാറ്റ ഇൻവാലിഡ് ആണ് ഒരു യൂസർ എൻട്രി ചെയ്യുന്നതെങ്കിൽ എന്താണ് നമ്മുടെ ഗൂഗിൾ ഷീറ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ആ ഗൂഗിൾ ഷീറ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒന്ന് ആദ്യം ഒരു വാർണിംഗ് ആണോ നമുക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിൻ്റെ റിജക്ഷൻ തന്നെയാണോ അതിൽ കൊടുക്കേണ്ടത് എന്നാണ് നമ്മളോട് ഗൂഗിൾ ഷീറ്റ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ റിജക്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, റിജക്ഷൻ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനത് സേവ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ. ഞാൻ ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഡാറ്റാസ് അവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഡാറ്റ ഞാൻ എൻ്റർ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇപ്പോൾ. അതായത് പൂർണ്ണമായും അതിന് എററായിട്ട് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് തരുന്നുണ്ട്. ഓക്കെ, ഞാനത് ഓക്കെ ചെയ്തു. അടുത്തത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ബോൾ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, വോൾ എന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഒരു വാർണിംഗ് ആയിട്ട് ഗൂഗിൾ ഷീറ്റ് നമുക്ക് തരിക, അല്ലെങ്കിൽ യൂസർക്ക് എങ്ങനെയാണ് ഒരു വാർണിംഗ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. നമ്മൾ എന്താണോ അതിൻ്റെ ഇൻപുട്ട് കൊടുത്തത് അത് നമുക്ക് ഇതിൽ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിതിൽ ഒരു ഡ്രോപ്പ് ഡൗണിൽ ഇല്ലാത്ത വേർഡ്സ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്യുവാണ്. കണ്ടോ, ഇതിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഇൻവാലിഡ് ഇൻപുട്ട് മസ്റ്റ് ബി ആൻ ഐറ്റം ഓർ സ്പെസിഫൈഡ് ലിസ്റ്റ്. അതായത് നമ്മൾ പെർട്ടിക്കുലറായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ലിസ്റ്റിലുള്ള ഐറ്റം നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യണം. ആ ഒരു ഇൻപുട്ട് ഇതിൽ വന്നിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നത് കുറച്ച് നമുക്ക് അതൊരു ഹെൽപ്ഫുൾ ആവില്ല. വാർണിംഗ് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഹെൽപ്ഫുൾ ആവില്ല. കാരണം നമ്മുടെ ഡാറ്റയിൽ അത് ശ്രദ്ധിക്കാതെ യൂസേഴ്സ് യൂസ് ചെയ്ത് പോയാൽ, നമ്മുടെ ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റിൻ്റെ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു നമ്മുടെ ഡാറ്റയുടെ ആ ഒരു പെർഫെക്ഷൻ അവിടെ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു റിജക്ഷൻ അവിടെ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത നമുക്ക് നമ്പറിലേക്ക് പോകാം. നമ്പറിൽ ഞാൻ ഡാറ്റയിൽ പോയി ഡാറ്റ വാലിഡേഷൻ എടുത്തു. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്പറാക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബിറ്റ്വീൻ, ഞാനത് ക്ലിക്ക് ചെയ്തു, താഴത്തേക്ക് അത് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് മാറി. ബിറ്റ്വീൻ ഉണ്ട്, നോട്ട് ബിറ്റ്വീൻ ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. അതായത് പല രീതിയിലുള്ള സെറ്റിങ്സും നമുക്ക് ഈ നമ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിൽ ബിറ്റ്വീനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. 1 മുതൽ 10 വരെ ഞാൻ എടുത്തു. ഇതിൽ ഞാൻ റിജക്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. സേവ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ 1 എൻ്റർ ചെയ്യുന്നു, സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തു. ഞാൻ 11 എൻ്റർ ചെയ്യുന്നു, സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ 1 മുതൽ 10 വരെ ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലേക്ക് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് ആ നമ്പർ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ടെക്സ്റ്റിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടെക്സ്റ്റിൽ ഞാൻ ഡാറ്റ വാലിഡേഷൻ ഞാൻ എടുത്തു. അതിൽ ഞാൻ ടെക്സ്റ്റ് ആക്കി. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, അതായത് കണ്ടെയ്ൻസ് ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, ഡസ് നോട്ട് കണ്ടെയ്ൻ ഉണ്ട്, ഇമെയിൽ ഉണ്ട്, URL ഉണ്ട്. നമുക്ക് കണ്ടെയ്ൻ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനത് കണ്ടെയ്നിൽ ഒരു ആൻഡ് എന്ന് പറയുന്നത് ഞാൻ ഇൻസേർട്ട് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, ഞാനിതിൽ നമ്മൾ നേരത്തെ ആപ്പിൾ എന്ന് എൻ്റർ ചെയ്തു. അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം ആൻഡ് എന്ന് പറയുന്ന വേർഡ് ആപ്പിളിൽ ഇല്ല. അപ്പം ഞാൻ ANDR എന്ന് ഞാൻ എൻ്റർ ചെയ്തു. അക്സെപ്റ്റ് ചെയ്യും, കാരണം അവിടെ AND ഉണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ നമ്മൾ ഓപ്ഷൻസ് വീണ്ടും നമ്മൾ കണ്ടതായിരുന്നു ഇമെയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയ പോലെ ആപ്പിൾ എന്ന് എൻ്റർ ചെയ്തു. അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം ആപ്പിൾ എന്ന് പറയുന്നത് ഒരു
ഇമെയിൽ അക്കൗണ്ട് അല്ല, ഇമെയിൽ ID അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് apple@gmail.com എന്ന് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് അക്സെപ്റ്റ് ചെയ്യും, കാരണം @gmail.com വന്നത് കൊണ്ടിട്ട് സിസ്റ്റം അത് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതൊരു ഇമെയിൽ ID ആണ് എന്ന് സിസ്റ്റം കൺസിഡർ ചെയ്യും. ഓക്കെ, അടുത്ത് നമുക്ക് ഒന്നും കൂടെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ടെക്സ്റ്റിൽ ചെക്ക് ചെയ്യാം. അത് URL ആണ്. ഓക്കെ, ഒരു വാലിഡ് ആയിട്ടുള്ള URL അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിൽ ഞാൻ വീണ്ടും ആപ്പിൾ എന്ന് ഞാൻ എൻ്റർ ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം അതൊരു URL അല്ല. ഞാൻ നമ്മുടെ ഷീറ്റിൻ്റെ തന്നെ URL ഞാൻ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും, കാരണം അത് URL ആണ്, സിസ്റ്റത്തിന് അത് URL ആണ് എന്നറിയാം. അടുത്തത് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഞാൻ വീണ്ടും ഡാറ്റ വാലിഡേഷൻ ഞാൻ പോകുന്നു. ഞാൻ ഇതിൽ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഈസ് എ വാലിഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കുറച്ച് അധികം ഓപ്ഷൻസ്, അതായത് ഈക്വൽ ടു ആണോ, ബിഫോർ ആണോ, ആഫ്റ്റർ ആണോ, ബിറ്റ്വീൻ ആണോ, അതായത് നമ്മൾ കൊടുക്കുന്ന യൂസർ. ഓക്കെ, ഈ ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്ത ഒരു യൂസർക്ക് കൊടുക്കുന്നു, ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് മാത്രം അവർ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡാറ്റാസ് മാത്രം ഇവരെടുത്താൽ മതി. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അവർ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് മാത്രമേ അവിടെ എൻട്രി ചെയ്യുള്ളൂ, അല്ലാത്ത ഒരു രീതിയിലുള്ള എൻട്രിങ്ങും അവരവിടെ ചെയ്യില്ല. ഓക്കെ, അടുത്ത ഇതിൽ നമ്മൾ ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുന്നത്, റിജക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ താഴത്ത് ഞാനൊരു സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അത് ടൈപ്പ് ചെയ്യാനുള്ള കേഴ്സർ അവിടെ വന്നു. ഓക്കെ, ഞാൻ ഡാറ്റ വാലിഡേഷൻ ഡേറ്റ് വാലിഡേഷൻ കൊടുത്തതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് അവിടെ ഒരു കലണ്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റിൻ്റെ ഫോർമാറ്റുകൾ എപ്പോഴും കോമൺ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡാറ്റ വാലിഡേഷനിലെ ഡേറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കസ്റ്റം ഫോർമുലയാണ്. എന്താണ് കസ്റ്റം ഫോർമുല എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിതിൽ ഡാറ്റ വാലിഡേഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അതിൽ കസ്റ്റം ഫോർമുല ഞാൻ എടുത്തു. ഓക്കെ, നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തോ ഒരു ഫോർമുലയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ അതിലൊരു ഇഫ് എന്ന് മാത്രം ഞാൻ ഇട്ട് കൊടുത്തു, റിജക്ഷൻ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ഞാൻ എന്നിട്ട് ഇതിൽ ജസ്റ്റ് പ്ലസ് ഇഫ് ഞാൻ അടിച്ചു, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് സമ്മ് ഞാൻ അടിച്ചു, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ആപ്പിൾ എന്ന് അടിച്ചു നോക്കാം. ഞാൻ ആപ്പിൾ എന്ന് അടിച്ചു, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്തത്, അതായത് കസ്റ്റം ഫോർമുല എന്ന് പറയുന്നത് ഫോർമുലാസ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സെല്ലോ അല്ലെങ്കിൽ ഒരു കോളമോ ആക്കിയിട്ട് നമുക്ക് വാലിഡേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചെക്ക് ബോക്സ് ആണ്. ഓക്കെ, ഈ ചെക്ക് ബോക്സ് എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്, എന്താണ് അത് ചെക്ക് ബോക്സ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിൽ ചെക്ക് ബോക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് യൂസ് കസ്റ്റം സെൽ വാല്യൂ, ഞാനത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് താഴെ വന്നു. ഓക്കെ, ഈ ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം, ഞാനതിൽ അപ്രൂവ്ഡ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടിക്ക് ചെയ്തിട്ടില്ല, അൺടിക്കായിട്ട് കിടക്കുവാണെങ്കിൽ അതിനെന്ത് നമ്മൾ പറയണം, പെൻഡിങ് എന്ന് പറയണം. അതായത് സിസ്റ്റം എന്താണ് അത് കൺസിഡർ ചെയ്യേണ്ടത്, ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കൺസിഡർ ചെയ്യേണ്ടത്, അൺടിക്ക് ആണെങ്കിൽ എന്താ കൺസിഡർ ചെയ്യേണ്ടത്, ആ ഒരു ഡീറ്റെയിൽസ് ആണ് സിസ്റ്റം നമ്മളോട് ചോദിക്കുന്നത്. ഞാനത് റിജക്ഷൻ ഇൻപുട്ട് ഇട്ടു, സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫോർമുല ബാറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺടിക്കായിട്ടുള്ള ചെക്ക് ബോക്സിനെ പെൻഡിങ് എന്നാണ് പറയുന്നത്. അവിടെ അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. ഞാൻ ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അപ്രൂവ് എന്നായിട്ട് അത് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് ഇൻഫോർമേറ്റീവ് ആണ് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അവരോടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.